എക്സ്പ്ലോർ ടൈംസിന് മറ്റൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കംബോഡിയയിലാണ്. കംബോഡിയയിൽ ഫോനം പെങ് എന്ന് പറഞ്ഞ എയർപോർട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കണ്ടു നോക്കാം. കംബോഡിയയിൽ വന്നാൽ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ നോക്കാം. ഞാനിപ്പോൾ എയർപോർട്ടിലാണ്. ഒരു ടാക്സി പിടിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് പോകാൻ പോവാണ്. ആക്ച്വലി ടാക്സി എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ അത് കാരണം നോക്കിയപ്പോൾ ഒരു ടുക് എടുത്തു. ടുക് എന്നാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷയ്ക്ക് പറയുന്നത്. നമുക്കതിന് പോകാൻ ദൂരമുള്ളൂ, ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്, ഏകദേശം ഒരു 5 to 6 kilometers ഉള്ളൂ. അപ്പോൾ അത് കാരണം ഓട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ Day 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നലെ Day 1 ആക്ച്വലി പുറത്തിറങ്ങണം എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി റൂമിൽ ചെക്ക് ചെയ്തപ്പോൾ ഒരു 2 മണി ചെക്കിൻ ആയപ്പോൾ 2 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ രാത്രി ഓവർനൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ടയേർഡായിരുന്നു, ഉറക്കം ശരിയായില്ലായിരുന്നു. അപ്പോൾ നല്ല റെസ്റ്റ് ചെയ്ത് ഇന്നലെ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ഒന്ന് സ്ട്രീറ്റ് ലൈഫ് പോയി, ജസ്റ്റ് നല്ല സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ചു, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നലത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇന്ന് പറയുകയാണെങ്കിൽ ഇന്ന് കംബോഡിയയുടെ ഒരു റോയൽ പാലസ്, അതേപോലെ മ്യൂസിയം, അവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിന്നൊരു വണ്ടി എടുത്തിട്ടുണ്ടെന്നൊരു അപ്പോൾ നമ്മുടെ ബൂ ആണ് നമ്മുടെ ഡ്രൈവർ. Facebook. No, YouTube. YouTube. No, yeah. Channel. Yeah. No payment from YouTube. Just free. We travel agent. Okay. So this is Boo Mon. What Boo? Boo Mono. Okay. Yes. So പുള്ളിയാണ് നമുക്ക് നല്ല സൈറ്റ് സീയിങ് എല്ലാം കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് കംബോഡിയ ഫെനോം പെൻ എന്ന് പറഞ്ഞ സിറ്റിയാണ്. അപ്പോൾ എക്സാക്ട് നമ്മൾ സിറ്റി സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നല്ല സ്റ്റേ ചെയ്ത് സിറ്റി സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള സ്ഥലത്തായിരുന്നു. ഇതിലെ കാര്യം കംബോഡിയ ഞാനിവിടെ വന്നപ്പോഴാണ് നമുക്ക് രണ്ടായാലും ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. നമുക്ക് ഒരു ദരിദ്ര രാജ്യം എന്നാണ് നമ്മുടെ കൺസെപ്റ്റിൽ ഉണ്ടായിരുന്നത്. ആക്ച്വലി ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഒരു ഫീൽ മാറി കിട്ടി. കാര്യം സിറ്റിയിൽ നിന്ന് മാറുമ്പോൾ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. എന്നിരുന്നാൽ കൂടെ ഇവിടെ നമ്മൾ പൊല്യൂഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ വൃത്തികേടായിട്ട് ടൗണിൽ എവിടെ ഒരു സംഭവം കാണുന്നില്ല നിലവിൽ ഇതുവരെ. എല്ലാ വണ്ടികളും ഹൈബ്രിഡ് മോഡിൽ തന്നെയാണ് എല്ലാ വണ്ടികളും. പിന്നെ ഡിഫറെൻ്റ് പോകുന്നത് നമ്മുടെ നാട്ടുകാരന് ബജാജിൻ്റെ മാക്സിമം ഓട്ടോറിക്ഷയാണത്. ഇത് ഇവിടുത്തെ ഒരു ടെമ്പിളാണ്, പഗോഡ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊരു സൈറ്റ് സീയിങ് പ്ലേസസ് ആണ് ആക്ച്വലി. ചെറിയൊരു ഏരിയ അല്ല അത്. ഇവിടുന്ന് അതിൻ്റെ എൻട്രൻസ് കാണുന്നുണ്ട്. ബുദ്ധിസ്റ്റ് ടെമ്പിൾ തന്നെയാണ്, ഇതിൻ്റെ ഐക്കൺ തന്നെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് കംബോഡിയ ഗവൺമെൻറ്റിൻ്റെ ബിയർ ഫാക്ടറി. സിറ്റിയിൽ നിന്ന് മാറി ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ റിമോട്ട് ഏരിയയിലേക്ക് വന്നു തുടങ്ങി. ഔട്ട്സൈഡ് സിറ്റി. അപ്പോൾ ശരിക്കും നമ്മൾ കംബോഡിയയിൽ ഫെനോം പെനിൽ പറയുകയാണെങ്കിൽ ഇവിടെ 2 നദികൾ വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് ഫെനോം പെൻ. ഇവിടെ പോകുന്നുണ്ട്. ഇന്നലെ ഫ്ലൈറ്റിൽ ഇരുന്നപ്പോഴാണ് തന്നെ നമ്മൾ കണ്ടത്. എപ്പോഴും മറ്റൊരു ഫ്ലഡഡ് സിറ്റുവേഷൻ പോലെയാണ്. അപ്പോൾ ഈ നദി എപ്പോഴും നദിയുടെ സൈഡിൽ കൂടെയുള്ള സ്ഥലങ്ങളെല്ലാം നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഇതാണ് കണ്ടത് ഇന്നലെ ഫ്ലൈറ്റിൽ നോക്കുക. അപ്പം നമ്മൾ ആദ്യം സംശയിച്ച ഫ്ലഡ് ആണോ എന്ന് ഡൗട്ട് തോന്നിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് അങ്ങനത്തെ ഇവിടെ അങ്ങനെയാണ് എപ്പോഴും. അങ്ങനെ ആ ചേർന്നുള്ള സ്ഥലങ്ങളെല്ലാം വെള്ളം നിറഞ്ഞ കിടക്കുക എപ്പോഴും. So we are in front of the Choang Ek Genocidal Center. What happened here is that mass execution was happened here. Almost around 20,000 people in this area. Mask വെക്കണം. Mask? Okay? Okay, mask. Need? Yeah. വെച്ചോളെ. ഇവിടെ നമുക്ക് ഏകദേശം എൻട്രി ഫീ വരുന്ന ഒരു $3 ആണ്. $3 ആണ് വരുന്നത്. അപ്പോൾ ഈ ചോങ് ഏക്ക് ജനസൈഡൽ സെൻറ്ററിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത്
പണ്ട് ഇവിടെ യുദ്ധത്തിൽ കൊന്ന കുട്ടികളുടെ എന്തോ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഗൈഡ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളോട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 ഗൈഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞേ. ഓക്കെ Now I will tell you about history what happened here. You know for the Khmer regime. Actually, you can photo of me. Oh yeah. You can. Okay. Okay. Yeah. You know for the Khmer regime, it started from 17 April 1970. വീഡിയോ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ട് നമ്മുടെ ഗൈഡ് പറഞ്ഞത് കാരണം റെക്കോർഡിംഗ് ഡയറക്റ്റ് ഇല്ല. ഞാൻ ഏകദേശം ഒരു ബ്രീഫ് പറഞ്ഞു തരാം. ഖമർ രാജവംശത്തിൻ്റെ 4 വർഷത്തിൻ്റെ ഒരു ഭരണത്തിൻ്റെ സംഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. ഏകദേശം 30 ലക്ഷത്തോളം ആളുകളെയാണ് ഖമർ രാജവംശത്തിൻ്റെ ഈ ഭരണകാലത്ത് കൊന്നൊടുക്കിയത്. യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഇവരുടെ കുറേ കൾച്ചർ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കൂള്, അതുപോലെ അമ്പലങ്ങൾ, ഫാക്ടറികൾ, അതേപോലെ വിദ്യാഭ്യാസമുള്ള ആളുകളെയും മതകാര്യങ്ങളും എല്ലാ ഇവിടുത്തെ ആചാരങ്ങളും എല്ലാം ഇവർ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇല്ലാതാക്കി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 20,000-ഓളം ആളുകളെ S21 എന്ന് പറയുന്ന ഒരു പ്രിസണിൽ നിന്ന് ഏകദേശം കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് ഏകദേശം 20,000-ഓളം ആളുകളെ കൊന്നൊടുക്കിയ സ്ഥലമാണിത്. അതിൽ കുട്ടികൾ, സ്ത്രീകൾ, അങ്ങനെ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. Okay, now I stop telling you about this, and I will show you from one place to another place and tell you more what happened. Let's go. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതൊരു ചൈനീസ് അൾട്രാ കമ്മ്യൂണിസ്റ്റ്, അതായത് ഖമർ എന്ന് പറഞ്ഞ ഒരു രാജഭരണത്തിൻ്റെ കീഴിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന യുദ്ധത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന എല്ലാവരും കൂട്ടക്കുരുതി ചെയ്ത് അതിൻ്റെ ഒരു ഐതിഹ്യമാണ്. അപ്പോൾ ആ സ്കെൽറ്റണും എല്ലാം ഇവിടെ ആ കാണേണ്ട പുറകെ കാണുന്ന ബിൽഡിങ്ങിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ കുറച്ച് നമ്മൾ പോകുന്നുണ്ട്, അന്നേരത്ത് കാണിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ തലയോട്ടികളെല്ലാം കാണാം. ഇപ്പോൾ ഇവിടെ ഇവർ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങളുടെ എല്ലാം ലിസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഇത് കുരുതിയെല്ലാം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങൾ, കുറേ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് നമ്പർ ഇട്ട് കാണുന്നത്. ഇതൊക്കെയാണ് ഇവിടെ ഇവരെ കൊല്ലാൻ ഉപയോഗിച്ച ടൂൾസാണ് ഇതെല്ലാം കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം നിന്ന ലൊക്കേഷൻ അവിടെയാണ് ഇവരെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടുന്ന് കൈയും കാലും കണ്ണൊക്കെ കെട്ടി ആണ് ഇവിടുന്ന് കൊണ്ടുവന്നത്. അവിടുന്ന് ഇവിടെ വേറെ ഡിറ്റൻഷൻ സെൻറ്റർ പോലത്തെ ഒരു സ്ഥലം, പിന്നെ അതുപോലെ ഇവിടെയാണ് ഒരു എന്താ പറയുക, ഇവിടെ വന്നിട്ടാണ് ഓഫീസറിൻ്റെ റൂം അവിടെയായിരുന്നു. ഇതൊരു ചൈനീസ് സെമിട്രി ആയിരുന്നു. പിന്നെ ഇവിടെയാണ് ടൂൾസ് കീപ്പ് ചെയ്തിരുന്ന ലൊക്കേഷൻ ഇവിടെയാണ്. ഇവിടെയാണ് ഒരു 450 വിക്ടിംസിനെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം ഇതാണ്. It contains 450 and this way before we walk on the ground like this, after that we walk on the brick like this, because my manager don't want the visitor to walk on the bone of the victim. You know, every year after the rain stop, a lot of bone and close to the victim still coming up. That's why we build the brick like this. Over here I will show you the bone and the clothes still coming up. നമ്മുടെ ഗൈഡ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പാലം പണിതിരിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ മഴക്കാലം കഴിയുമ്പോഴും ഇവിടെ ഇങ്ങനെ ചെളി വന്നിട്ട് ഇവിടെ ഇതുപോലെ മഴ കഴിയുമ്പോഴത്തേനും അസ്ഥികൾ പൊങ്ങി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പാലം പണിതിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഇവിടെ മരിച്ച വിക്ടിംസിൻ്റെ ഡ്രസ്സാണ് ഇതെല്ലാം. ബോൺസ് ഇവിടെ നോക്കാനും പല്ല്, ഇതൊക്കെ വിക്ടിംസിൻ്റെ ആണ് ഇതെല്ലാം. And this one the Chinese grave. They buried before 1975. ഇവിടെ ഒരു ചൈനീസ് ഗ്രേവ് ആയിരുന്നു ഇവിടെ പണ്ടത്തേത്. നോക്കുമ്പോൾ കാണാം. And this one the jawbone here. It just appeared about 1 month ago. ഇത് നമ്മുടെ ടോബോണാണ്. ടോബോൺ. അപ്പോൾ ഇതൊരു 1 മാസമായുള്ളൂ ഇത് വന്നിട്ടെന്ന് പറഞ്ഞിട്ട്. ഇത് നേരത്തെ ഇത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ തെളിഞ്ഞു വന്നാണ് മഴയ്ക്ക് ശേഷം. ഇതെല്ലാം ബോണാണ് ഇവിടുത്തെ മനുഷ്യരെ ഇവിടെ കൂട്ടിയിട്ടു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഇതാണ്, ബോണാണ് ഇതെല്ലാം. Now we are telling you about this mass grave. You know this mass grave is different from other mass grave also. ഈ മാസ് ഗ്രേവിൽ ഇവിടെ 166 വരെ ബോഡിയാണ്. പക്ഷെ ഇവർക്കൊന്നും തലയില്ലാണ്ടാണ് ഇവിടുത്തെ ബോഡി കണ്ടെത്തിയത്. ഇവിടെ 166 ബോഡി ഉണ്ടായിരുന്നു ഇവിടെ. Okay, I will tell you more. It's different from other mass grave like this because you know other mass grave, when the killer kill the people, they kill with the head. Except only this one, the killer cut the head of the victim. The killer cut
of the head the victim like this because this mass grave just only the Khmer Rouge soldier kill Khmer Rouge soldier. They kill each other. When they kill each other, they cut their head off because the killer didn't want anybody to recognize about the victim who killed here. That's why they cut their head off like this. And we know that this mass grave just need the Khmer Rouge soldier kill each other like this because this mass grave. After it was dig up in 1980, we saw the Khmer Rouge uniform in this mass grave. That's why we know that this mass grave is the Khmer Rouge soldier killed Khmer Rouge soldier. അപ്പോൾ ഈ ഗ്രേവിൽ എന്താണെന്ന് വെച്ചാൽ കമറു സോൾജേഴ്സാണ് ഇവിടെ ഈ മാസ് കൂട്ടക്കൊലി നടത്തി മാസ് ജനസൈഡ് നടത്തിയത്. അപ്പോൾ ഇവരെ എന്ന് വെച്ചാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ യുദ്ധം ചെയ്ത് ഇവർ കുറച്ച് പേരെ കൊന്നു. അപ്പോൾ അവരെ കൊന്നതാണ് ഇപ്പോൾ ഈ തല വെട്ടി കളഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കണ്ടെത്തിയത് 1980 കമറു സോൾജേഴ്സിൻ്റെ യൂണിഫോമിലാണ് അവരെ കണ്ടെത്തിയായിരുന്നത്. ഇവിടെ ഇപ്പോഴും ഈ വിക്ടിംസിൻ്റെ ക്ലോത്ത്സ് ആണ് ഇപ്പോൾ ഇതും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. And for the bone also, when they come up, we collect and put into the mirror box over there. So this is the killing tree here. Almost how many children? Yeah. How many children beaten to death here? We don't know exactly how many Oh, okay. children because the killer. So we don't know exactly how many children were killed and buried over here. This was the spot. Can you see this one? This was the spot. Now they are saying these are still the blood stain and this is the spot where the children is beaten to death. And this was the grave and the ladies were raped and beaten to death. The king, we have an, the king comes of Cambodia, but he has no power. You know, when the bone came up from the ground, we always collect and put them into the box like this. And both boxes are the same, but this one is made for a long time. It's not clear, that's why we made the new one. And you can see a lot of things here. You know, some visitors come here, they always think that the things like this, maybe they thought that maybe the killer tortured the victim here. That's why the teeth drop out from the jawbone a lot like this. But it's not like that. Just just really natural. Human die more than 10 years. Hang to a speaker on the tree to play the music very loudly. You know, when the killer play the music on the tree. So this is the banyan tree over here. During that killing time, genocide time, loud noises were loudspeaker was used to avoid these loud noises or screams when they were killing or executing these activities. So the people outside don't know about these things. You can see the clothes of the genocide is still coming out after each and every rainy season. When the people come here, they fall. After the rain it will come, yes? Yeah, that's right. And we will collect every month. Every month we collect them and put into the box like that one. അപ്പോൾ ഇതാണ് സ്കള്ള് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടെമ്പിൾ ഇതാണ്. We have one day, every year on 20th of May for Cambodian. Would you like some flowers, sir? Take off your shoes. ഓ മിനിറ്റ് കീപ്പ് ചെയ്യാറേ. നമ്മൾ കയറുമ്പോൾ ഷൂസൊക്കെ ഇവിടെ റിമൂവ് ചെയ്തിട്ട് വേണം പോവാൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫ്ലവറൊക്കെ വെക്കാം, ഓപ്ഷൻ ഉണ്ട്. ഇവിടെ CCTV അല്ല മൊബൈൽ ഷൂട്ടിംഗ് പാടില്ലാന്ന് കഴിക്കാനാണ്. ഇവിടെ നമുക്ക് ബുള്ളറ്റ് വെച്ച് കൊന്നേക്കണം 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 3 ബുള്ളറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. തലയിൽ ഇത് തുളഞ്ഞു പോയിക്കണ പാട് കാണാം. പിന്നെ അതേപോലെ ലേഡീസിൻ്റെയും അതായത് മെയിൽ ഫീമെയിൽ എല്ലാം സെപ്പറേറ്റ് ആണ്. സ്കള്ള് ഇതെല്ലാം ഉണ്ട്, ജോസ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്കള്ള അതുപോലെ ഇതിൻ്റെ റിമൈൻസ് ഇപ്പോൾ നിലവിൽ അവരെ കൊല്ലാൻ ഉപയോഗിച്ച ടൂൾസ് മുതൽ പിന്നെ ഓരോ വർഷം പൊങ്ങി വരുന്ന അവരുടെ ഡ്രസ്സ് ഇതെല്ലാം ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് മെമ്മോറിയലായിട്ട്. ഇവരെല്ലാം സ്കള്ള് ഐഡൻറ്റിഫൈ എന്ന് വെച്ചാൽ മെയിൽ ഫീമെയിൽ അങ്ങനെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 20-40 ഇടയിൽ വയസ്സ് വരുന്ന ആൾക്കാരെയാണ് കൊന്നതെല്ലാം. സോ ഏകദേശം ഈ ഇത്ര ഹൈറ്റിൽ വരുന്ന ബിൽഡിംഗ് ഉണ്ട്. ഇത് മൊത്തം സ്കൾസും റിമൈൻസും ആണ് വരുന്നത്.